ജീവിതത്തിലെ നിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ, നിന്റെ ഈ ജീവിതയാത്രയിൽ നീ തനിച്ചല്ല. നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ കിടപ്പും നടപ്പും കളിയും കണ്ണുനീരും ചിരിയുമെല്ലാം നമ്മുടെ ദൈവം കാണുന്നുണ്ട്. ഒരിടത്തും നീ തനിച്ചല്ല, നീ ഏകനുമല്ല. എല്ലാം എപ്പോഴും കാണുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നീ അനുഭവിക്കുന്ന നിന്റെ നെഞ്ചിലെ വേദനകളും നെടുവീർപ്പുകളും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ മാധ്യസ്ഥം യാചിക്കാം. നിന്റെ കണ്ണുനീർ കാണുന്നവളാണ് പരിശുദ്ധ അമ്മ. നിന്റെ നെഞ്ചിലെ പിടച്ചിലുകൾ അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. നിന്റെ കണ്ണീരിൽ കുതിർന്ന നിയോഗങ്ങളിൽ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ശക്തിയുള്ള നമ്മുടെ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ആഗ്രഹങ്ങളും വിശ്വസിച്ച് സമർപ്പിക്കുക. ആരും നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തപ്പോഴും മുറിഞ്ഞ മനസ്സിലെ നിന്റെ യാചനകൾ കേട്ട് മനസ്സലിയുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. തടസ്സങ്ങൾ ഉണ്ടാകാതെ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ സാധ്യമാകുവാൻ ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ വിശ്വാസത്തോടെ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്ക് നിന്റെ സ്നേഹത്തോടെയുള്ള പ്രാർത്ഥനയുടെ സ്വരം ആവശ്യമാണ്. ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് ഒന്ന് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തെയും ജീവിത നിയോഗങ്ങളെയും അമ്മയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അവിടുത്തെ തിരുമുൻപിലേക്ക് കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുമ്പോൾ അതെല്ലാം അവിടുന്ന് കാണുന്നുണ്ട്. ഞങ്ങളെ അറിയുന്ന പരിശുദ്ധ അമ്മേ മാതാവേ, അവിടുന്ന് ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ പ്രയാസങ്ങളിലും ആകുലതകളിലും ഇടപെടുകയും ഞങ്ങളിലേക്ക് ഇറങ്ങി വരികയും ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും എന്നുള്ള ഞങ്ങളുടെ പ്രത്യാശ വീണ്ടും ഞങ്ങൾ ഏറ്റുപറയുന്നു. അമ്മയിൽ ഏറ്റവും ശരണത്തോടെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പ്ലാനുകളും ഈശോയിലേക്ക് അർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും അറിയുന്നവളാണ്. ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ വെല്ലുവിളികളും അവിടുന്ന് കടന്നു പോയിട്ടുള്ളവളാണല്ലോ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏറ്റവും വിശുദ്ധിയോടെ സംരക്ഷിക്കുവാനും ഞങ്ങളിലേക്ക് കടന്നു വരുന്ന തിന്മയായിട്ടുള്ളതെല്ലാം മാറ്റുവാനും അമ്മയുടെ ഈ നിമിഷം ഞാൻ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനായി പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നു. ഞങ്ങൾക്കുള്ള
എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകുന്നത് അവിടുന്നാണെന്നും അനുകൂലമല്ലാത്തതും ഞങ്ങൾക്ക് നന്മയല്ലാത്തതുമായ എല്ലാം ഞങ്ങളിൽ നിന്ന് മാറ്റുന്നതും അവിടുന്നാണെന്നും ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ അസ്വസ്ഥരാക്കുന്ന ഓരോ ജീവിതാവസ്ഥകളും അവിടുന്ന് തന്നെ ഏറ്റെടുക്കണമേ. എന്റെ മനസ്സിനും ശരീരത്തിനും ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകുമ്പോഴും ഒരിക്കലും നന്ദി പറയുവാനോ അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാനോ ഞങ്ങൾ പരിശ്രമിക്കാറില്ല. ഞങ്ങളുടെ വേദനകളും കുറവുകളും ആവലാതികളും അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുകയും ഞങ്ങൾക്ക് ലഭിക്കുന്ന വിജയവും സന്തോഷങ്ങളും ഓർത്ത് നന്ദി പറയാതിരിക്കുകയും ചെയ്യുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മേ മാതാവേ, ഒരു പരാതിയും കൂടാതെ അവിടുന്ന് ഞങ്ങളോടൊപ്പം നടക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകുകയും അവിടുത്തെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ദൈവമാതാവേ, ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ. ഇന്നേ ദിവസം എനിക്ക് അമൂല്യമായ അങ്ങയുടെ സഹായം വളരെയധികം ആവശ്യമാണെന്ന് അങ്ങ് ഓർക്കണമേ. ഞാൻ എപ്പോഴും അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ എല്ലാ ഉദ്യമങ്ങളും വിജയിക്കുമെന്നും എനിക്കറിയാം. പ്രതിസന്ധികളിൽ അങ്ങ് എനിക്ക് അഭയശിലയാണ്. മുന്നോട്ടുള്ള എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും എന്നെ കാത്തിരിക്കുന്നത് എന്തെന്ന് എനിക്കറിയില്ല. എങ്കിലും ഈശോയെ, അങ്ങയുടെ പദ്ധതികൾ എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേയ്ക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാ യോഗ്യതയോടും കൂടി സ്വീകരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. അമ്മ മാതാവേ, ഇതാ അവിടുത്തെ ദാസി എന്ന് ഘോഷിച്ചുകൊണ്ട് എന്നെയും എനിക്കുള്ളതായതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ അങ്ങ് എനിക്ക് അപേക്ഷയിലെയാണെന്നും എന്റെ തകർച്ചകളിൽ അവിടുന്ന് എനിക്ക് ബലമാണെന്നും ഞാൻ അറിയുന്നു. അങ്ങയുടെ പദ്ധതികൾ എന്റെ ജീവിതത്തിൽ നിറവേറുവാനും ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ഒരു നിയോഗം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടു നൽകിക്കൊണ്ട് എനിക്കത് സാധിച്ചു തരണമേ എന്നും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മ മാതാവേ, എന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉപരി എന്നെ അറിയുന്ന അമ്മ എന്റെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിലും ഇടപെടണമേ. പ്രത്യേകമായ എന്റെ ഈ നിയോഗം അവിടുന്ന് എനിക്ക് സാധിച്ചു തരണമേ. ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം. അമ്മയുടെ അത്ഭുതത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ഇതാ ഞാൻ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്റേതായതെല്ലാം അവിടത്തേക്ക് കാഴ്ചവെക്കുന്നു. നന്മകൾ മാത്രം കാണാനും നല്ലതു മാത്രം കേൾക്കാനും നന്മയായത് മാത്രം ആസ്വദിക്കാനും നന്മകളിലേക്ക് മാത്രം കടന്നു കയറാനും നന്മയായത് മാത്രം തേടിപ്പോകാനും
എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവത്തിന്റെ കൃപ സ്വന്തമാക്കുവാനും ദൈവത്തെ ആരാധിക്കാനും എന്റെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത വിധം ഈ ലോക ജീവിതത്തിൽ വ്യാപരിക്കാനും അവിടുന്ന് എന്നെ സഹായിക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, എന്റെ തകർച്ചകളിൽ ബലമാകണമേ. എന്റെ പ്രതിസന്ധികളിൽ അവിടുന്ന് കോട്ടയാകണമേ. ഞാൻ ദുഃഖിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ. എന്റെ ദുഃഖങ്ങളെല്ലാം ഏറ്റെടുത്ത് എന്റെ എല്ലാ പ്രശ്നങ്ങളും, എന്റെ കടബാധ്യതകളും, തൊഴിലില്ലായ്മയും എല്ലാം അവിടുന്ന് തന്നെ പരിഹരിച്ചു തരണമേ. അമ്മയുടെ അത്ഭുതത്തിനായി കാത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അവിടുത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായി അത്ഭുതമായി അവിടുന്ന് കൃപ ചൊരിയുകയും ചെയ്യണമേ. ദൈവമാതാവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ട് ഉത്തരം നൽകണമേ എന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്കെന്നും തുണയും സഹായവുമായിരിക്കണമേ. ആമേൻ.